Welcome back to Anam's Kitchen. Hi dears, Assalamu alaikum. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം റവയും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ചേരുവകളും മതിയാവും. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് തൊലിയൊക്കെ കറുത്ത് നന്നായിട്ട് തന്നെ പഴുത്ത പഴം നോക്കിയിട്ട് വേണ്ട എടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 നേന്ത്രപ്പഴം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം വളരെ ചെറുതായതുകൊണ്ടാണ് 5 കായ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കയ്യിൽ കുറച്ച് വലിയ പഴമാണുള്ളതെങ്കിൽ ഇതേ ഒരളവിൽ ഇതേ റെസിപ്പി നമുക്കൊരു 3 പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എടുത്തിട്ടുള്ള ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യോ ചേർത്ത് കൊടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴേക്കും നമുക്ക് ഈ പഴം നന്നായിട്ട് തന്നെ വാടിയിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പഴം വാട്ടിയിട്ട് എടുക്കാനും പറ്റും. നല്ല പോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഈ റെസിപ്പിയിലേക്ക് കൂടുതൽ ടേസ്റ്റും. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് മധുരം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ പഴം നന്നായിട്ട് തന്നെ പഴുത്ത പഴമായതുകൊണ്ടും പിന്നെ നല്ല മധുരമുള്ള പഴമായതുകൊണ്ടും ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അഥവാ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റോസ്റ്റഡ് റവയൊന്നുമല്ല, സാധാ നോർമൽ റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ്റ്റഡ് റവ ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് റവയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റവക്ക് പകരം നമുക്ക് നമ്മുടെ കയ്യിൽ അവിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അവിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ ഈ റവയെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് റവ നന്നായിട്ട് യോജിക്കാനായിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സായി കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പോലെ തന്നെ ഉടയാത്ത പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. അപ്പോഴേ നമുക്കിത് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഴുപ്പ് കുറവുള്ള പഴമാണെങ്കിൽ നമ്മൾ ഇതേപോലെ അങ്ങ് ഉടച്ചെടുത്താൽ മതി. പിന്നെ കൂടുതൽ പഴുത്ത പഴമായതുകൊണ്ട് കൂടുതൽ സമയം വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിത് വഴറ്റിയെടുക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് തന്നെ ഉടച്ച പരുവത്തിലായിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് 2 ഏലക്കായും, പിന്നെ ഈ ഒരു മാവിനും തന്നെ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പഴം കട്ട് ചെയ്തതും, പിന്നെ ഇതിലേക്ക് നമുക്ക് മാവിലേക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും, പിന്നെ ഈ മാവിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കട്ടിക്കുള്ള മാവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോവുക ചെയ്യരുത്. പിന്നെ പഴമൊക്കെ നല്ല പോലെ തന്നെ അടിഞ്ഞ് കിട്ടാൻ വേണം. ആ രൂപത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഈ ഒരു സമയമായപ്പോഴേക്കും തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പഴത്തിൻ്റെ കൂട്ട് കുറച്ചൊന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതോ ഇതേപോലെ ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതായത് ഇതെല്ലാം തന്നെ ഈ രൂപത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള പഴം വെച്ചിട്ട് ഇത്രയും അളവിലുള്ള ബോൾസുകൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലൊന്ന് മുക്കിയെടുത്തിട്ട് ചൂടായിട്ടുള്ള ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
പിന്നെ നമുക്കിത് കൂടുതൽ സമയം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പുറമേയുള്ള ആ മാവൊന്നും നല്ല പോലെ വെന്ത് കിട്ടുമ്പോഴേക്കും തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ വെച്ചിട്ട് ഇളക്കി എടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഓരോ ബോൾസ് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല പോലെ ഒന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണയിലേക്ക് ഇട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ബോൾസൊക്കെ നല്ല പോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പഴവും റവയും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.